ഹലോ എവ്രി വൺ. നമ്മളിന്ന് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് നമ്മുടെ കോർ സബ്ജക്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഈ ഒരു മൊഡ്യൂൾ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ മൊത്തം 4 മൊഡ്യൂൾസാണുള്ളത്. ഫസ്റ്റ് പോയട്രി, സെക്കൻഡ് പ്രോസ്, തേർഡ് ഫിക്ഷൻ, ഫോർത്ത് ഡ്രാമ ആൻഡ് ഫിലിം. അപ്പം നമ്മൾ ആദ്യം പോയട്രി മൊഡ്യൂൾ 1 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഒരു സമ്മറി പറയാം. ഒപ്പം ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഏത് തരത്തിലാണ് ചോദ്യങ്ങൾ, അതുപോലെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ മുന്നേ വീഡിയോസൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും താങ്ക്സ്. പിന്നെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഭയങ്കര സ്പീഡ് കൂടുതലാണെന്നല്ലേ. അപ്പം ഞാനതൊക്കെ ഈ ഒരു വീഡിയോയിൽ ശ്രദ്ധിക്കാം കേട്ടോ. എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഇനിയും കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഫസ്റ്റ് നോക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ 2 വേഴ്സസ്, ദ ഗീതാഞ്ജലി ആൻഡ് ദ ഗാർഡനർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോയം നോക്കാം കേട്ടോ. ഇതിലെന്താണ് വരുന്നത് എന്ന് വെച്ചാൽ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ 2 പോയംസ് 2 വേഴ്സസ് ഇതിൽ വരുന്നുണ്ട്. ഒന്ന് ദ ഗാർഡനർ എന്ന് പറയുന്ന പോയം വേഴ്സ് 46ഉം പിന്നെ ദ ഗീതാഞ്ജലി വേഴ്സ് 35ഉം. അപ്പോൾ ഈ 2 പോയമാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊപ്പം ടെക്സ്റ്റ് തുറന്ന് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു കേട്ടോ. ടെക്സ്റ്റിലെ പേജ് നമ്പർ 12 അതിൽ നിങ്ങൾക്ക് കാണാം ദ ഗാർഡനർ. പിന്നെ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ദ ഗാർഡനർ എന്ന് പറഞ്ഞാൽ ഒരു 85 പ്രോസ് പോയംസിൻ്റെ കളക്ഷനാണ്. ടാഗോറിൻ്റെ 85 പ്രോസ് പോയത്തിൻ്റെ കളക്ഷനാണ് ഈ ഒരു ഗാർഡനർ, ദ ഗാർഡനർ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് വർക്കിൽ ഒരു തീം ബേസ് എന്ന് പറയുന്നത് ഏതാണ്? ലവ് ആൻഡ് ലൈഫ് എന്നാണ് കേട്ടോ. ദ ഗാർഡനർ എന്ന് പറഞ്ഞ വർക്കാണ് രവീന്ദ്രനാഥിൻ്റെ വർക്കാണ് ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്കായിട്ട് പറയുന്നത്. ഇറ്റ് സ്പീക്സ് അബൌട്ട് ഹിസ് ലവ് ഫോർ എ വുമൺ ബട്ട് ഓൾസോ അബൌട്ട് ദി യൂണിറ്റി ഓഫ് ഹ്യൂമൻസ് ആൻഡ് യൂണിവേഴ്സൽ ലവ്. അതായത് ജസ്റ്റ് ഒരു സ്ത്രീ, ഒരു വുമൻ്റെ അടുത്തുള്ള ഒരു പ്രണയം, ഒരു ഇഷ്ടം മാത്രമല്ല, നേരെ മറിച്ച് നമ്മുടെ യൂണിറ്റി ഓഫ് ഹ്യൂമൻ, അതുപോലെ യൂണിറ്റി ഓഫ് ഹ്യൂമാനിറ്റി, അതുപോലെ യൂണിവേഴ്സൽ ലവ് എന്ന് പറഞ്ഞാൽ മെൻ, നേച്ചർ, ഇതിനെക്കുറിച്ചൊക്കെ, എർത്ത്, മെൻ, നേച്ചർ, ഇതിനെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇറ്റ് നോട്ട് സ്പീക്സ് അബൌട്ട് ലവ്, ജസ്റ്റ് ഒരു ലവിനെ കുറിച്ചിട്ടല്ല, നേരെ മറിച്ച് അതിലെ യൂണിറ്റി ഓഫ് ഹ്യൂമാനിറ്റി പറയുന്നുണ്ട്, യൂണിവേഴ്സൽ ലവിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അതായത് എർത്ത്, മെൻ, നേച്ചർ, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഒരു രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഈ വേഴ്സ് 46 ഏറ്റവും ലാസ്റ്റ് പോയമാണ് യു ലെഫ്റ്റ് മീ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ മെയിനായിട്ടും ഒരു എസെൻസ് എന്ന് പറയുന്നത് ലോസ്റ്റ് ലവ്, നഷ്ടപ്രണയത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇതിൽ വരുന്നത് ദ റിഫ്ലക്ഷൻ ഓഫ് ട്രാൻസാൻസ് ഓഫ് ദ ടൈം ആൻഡ് ലൈഫ്. അപ്പോൾ ലൈഫിനെ കുറിച്ചിട്ടും ടൈമിനെ കുറിച്ചിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോയത്തിൻ്റെ ദ ഗാർഡനർ വേഴ്സ് 46 യു ലെഫ്റ്റ് മീ എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. ഞാനിത് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒപ്പം ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സ്കിപ്പ് ആവാതെ കിട്ടുള്ളൂ. ഓക്കെ, യു ലെഫ്റ്റ് മീ ആൻഡ് വെൻറ്റ് ഓൺ യുവർ വേ. ഞാനിതിലെ ലൈൻസ് വായിക്കാം, അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. യു ലെഫ്റ്റ് മീ ആൻഡ് യു വെൻറ്റ് ഓൺ യുവർ വേ. ഐ തോട്ട് ഐ ഷുഡ് മോൺ ഫോർ യു ആൻഡ് സെറ്റ് യുവർ സോളിറ്ററി ഇമേജ് ഇൻ മൈ ഹാർട്ട് wrought in golden song. But yeah, my evil fortune, time is short. Youth waves years after the year, the spring days are fugitive in frail. Flowers die for nothing, and the wise man warns me that life is but dewdrops on lotus leaf എന്നാണ് കേട്ടോ, ലോട്ടസ്, താമര. ഓക്കെ, അപ്പോൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. യു ലെഫ്റ്റ് മീ ആൻഡ് വെൻറ്റ് ഓൺ യുവർ വേ. അപ്പോൾ ഇതിൽ പറയുന്നത്, നമ്മൾ യു ലെഫ്റ്റ് പറയുമ്പോൾ യു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വുമണിനെയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു പോയറ്റ് ഇഷ്ടപ്പെട്ടൊരു വുമണിനെയാണ് യു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ യു ലെഫ്റ്റ് മീ ആൻഡ് വെൻറ്റ് ഓൺ യുവർ വേ, അതായത് നീ ആ ഒരു വുമൺ എന്ത് ചെയ്തു, ലെഫ്റ്റ് വിട്ടിട്ട് ആ വുമണിൻ്റെ പണി നോക്കി പോയി. ഐ തോട്ട് ഐ ഷുഡ് മോൺ ഫോർ യു. അപ്പോൾ മോൺ എന്ന് പറഞ്ഞതാ വിലാപം, കരച്ചിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ, നീ എന്നെ വിട്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ്, ഞാൻ നിനക്ക് വേണ്ടി വിഷമിച്ച് ദുഃഖിച്ചിട്ടിരിക്കണം എന്നാണ്. ആൻഡ് സെൻഡ് യുവർ സോളിറ്ററി ഇമേജ് ആൻഡ് സെറ്റ് യുവർ സോളിറ്ററി ഇമേജ്. സോളിറ്ററി ഇമേജ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഒറ്റയ്ക്കുള്ളൊരു ചിത്രം, ഒറ്റയ്ക്ക് നീ നിൽക്കുന്നൊരു ചിത്രം. ഇമേജ് ഇൻ മൈ ഹാർട്ട് റോട്ട് ഇൻ ഗോൾഡൻ സോങ്. അതായത് നിൻ്റെ ഒരു ഒറ്റയ്ക്കുള്ള ചിത്രം ഞാൻ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തൊരു ഗോൾഡൻ സോങ്, ഒരു സ്വർണ്ണ ഗീതം നിനക്ക് വേണ്ടിയിട്ട് പാടണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. നീ എന്നെ വിട്ടു പോയപ്പോൾ നിനക്ക് വേണ്ടിയിട്ട് നിൻ്റെ ജീവിതം പാഴാക്കിയിട്ട്
നിൻ്റെ ഒരു ഒറ്റയ്ക്കുള്ളൊരു ഫോട്ടോ ഇമേജ് എൻ്റെ മനസ്സിൽ വെച്ചിട്ട് നിനക്ക് വേണ്ടി മോൺ ഫോർ യു പറഞ്ഞ് കരഞ്ഞിട്ട് സ്വർണ്ണഗീതം, അതായത് നിനക്ക് വേണ്ടി പാട്ട് പാടണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ബട്ട് മൈ ഈവിൾ ഫോർച്യൂൺ ടൈംസ് ഈസ് ഷോർട്ട്. ഈവിൾ ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നിർഭാഗ്യവെച്ചാൽ ടൈം ഈസ് ഷോർട്ട്, സമയം വളരെ ചെറുതാണ്. സമയം എന്ന് പറഞ്ഞാൽ വളരെയധികം ഷോർട്ടാണ്, ചെറുതാണ്. യൂത്ത് വേവ്സ് ഇയർ ആഫ്റ്റർ ഇയർ, അതായത് യുവത്വം എന്ന് പറയുന്നത്, യൂത്ത് പറഞ്ഞാൽ യുവത്വം ഓരോ വർഷം കഴിയും തോറും വീക്കറായിട്ട് വരും. വീക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്ക് അല്ലേ, അത് ഇങ്ങനെ വീക്കായി വന്നുകൊണ്ടിരിക്കും. സ്പ്രിംഗ് ഡേയ്സ് ആർ ഫ്യൂജിറ്റീവ് എന്ന് പറഞ്ഞാൽ വെരി ഫാസ്റ്റ്, അതായത് ഓരോ ദിവസവും സ്പീഡിൽ പൊക്കോണ്ടിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറില്ലേ? മുന്നത്തെക്കാട്ടി ഇപ്പോഴത്തെ ഡേയ്സൊക്കെ ഭയങ്കര സ്പീഡിൽ പോണ പോലെ തോന്നാറില്ലേ? ഫ്യൂജിറ്റീവ് പറഞ്ഞാൽ ഫാസ്റ്റ് ഡേയ്സ്. ദ ഫ്രൈൽ ഫ്ലവേഴ്സ് ഡൈ ഫോർ നത്തിങ്, അതായത് ഫ്രൈൽ എന്ന് പറഞ്ഞാൽ വാടിപ്പോയ പൂക്കൾ. ഇപ്പോൾ പൂക്കളൊക്കെ വാടിപ്പോവും, അല്ല വാടില്ലേ, ആ പൂക്കളൊക്കെ പെട്ടെന്ന് കൊഴിയും. ഫ്രൈൽ ഫ്ലവേഴ്സ് ഡൈ എന്ന് പറഞ്ഞാൽ ആ ഒരു ഉണങ്ങിയ പൂക്കളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു വീഴും, അതിൻ്റെ ഇതളുകൾ അല്ലേ. ഇതിൽ ഓരോ ലൈൻസും നിങ്ങൾ പഠിക്കണം കേട്ടോ, കാരണം ഇതിപ്പോൾ ഒരു 2 ലൈൻസ് വരും. യു ലെഫ്റ്റ് മീ ആൻഡ് വെൻറ്റ് ഓൺ യുവർ വേ എന്ന് മുതൽ മൈ ഈവിൾ ഫോർച്യൂൺ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞിട്ട് അത് കൊട്ടേഷൻ ഇട്ടിട്ട് ഈ ലൈൻസ് വരും. എന്നിട്ട് എന്താണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ ആരാണ് ഈ യു കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് വേർഡ്സ് എഴുതാനോ ഒക്കെ പറയും. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കരുത്, ഇത് ഏത് പോയമാണ് അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത്. ഈ ഒരു പോയം നല്ലപോലെ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇവിടെ അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? ഫ്ലവേഴ്സ് ഡൈ ഫോർ നത്തിങ് ആൻഡ് ദ വൈസ് മെൻ വാണ്ട്സ് മീ ദാറ്റ് ലൈഫ് ഈസ് ബട്ട് എ ഡ്യൂ ഡ്രോപ്സ് ഓൺ ദ ലോട്ടസ് ലീഫ്. അതായത് ഒരു ബുദ്ധിമാനായ മനുഷ്യൻ, വൈസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനായ മനുഷ്യൻ പറഞ്ഞു എന്താണ് പറഞ്ഞത്? ലൈഫ് ഇസ് ലൈക്ക് എ ഡ്യൂ ഡ്രോപ്സ് ഓൺ ലോട്ടസ്, അതായത് നമ്മുടെ ഈ താമരയുടെ മീതിരിക്കുന്ന ഒരു മഞ്ഞുതുള്ളി പോലെ. ഡ്യൂ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞുതുള്ളി. അതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ, മഞ്ഞുതുള്ളി പറഞ്ഞാൽ പെട്ടെന്ന് തലിഞ്ഞു പോകും, അല്ല വെയിൽ ഉദിക്കുമ്പോഴേക്കും അത് ഏകദേശമൊക്കെ ഒന്ന് ഡ്രൈ ആയിപ്പോവും, ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ പെട്ടെന്ന് തീരും. അതേപോലെയാണ് ലൈഫ് എന്ന് പറയുന്നത്, ടൈം ഈസ് ടു ഷോർട്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലൈൻസിൽ പറയുന്നത്. നിങ്ങൾക്കിത് ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ താമരയുടെ മീതിരിക്കുന്ന ഒരു മഞ്ഞുതുള്ളി പോലെയാണ്, അത് പെട്ടെന്ന് ട്രാൻസ്പെറൻ്റ് ആണ്, അല്ലേ, പെട്ടെന്ന് ഇതായി പോവും, അലിഞ്ഞു പോവും. അപ്പോൾ അത്രയാണ് ഈ ഒരു ലൈൻസിൻ്റെ മീനിങ്. നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ബാക്കി ലൈൻസ് നോക്കാം കേട്ടോ. Should I neglect all this gaze after one who has turned her back on me? That would be rude and foolish, for time is short. ഈ ഒരു ലൈൻസിൽ പറയണത്, അതായത് ഇപ്പോൾ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ, വൈസ് മാൻ പറഞ്ഞു ലൈഫ് ഭയങ്കര ട്രാൻസിയൻ്റ് ആണ്, പിന്നെ ടൈം ഷോർട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സത്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട്, നെഗ്ലക്റ്റ് പറഞ്ഞാൽ അവഗണിക്കാട്ടോ. ഷുഡ് ഐ നെഗ്ലക്റ്റ് ഓൾ ദ ഗേസ് ആഫ്റ്റർ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു സത്യങ്ങളൊക്കെ ഞാൻ നെഗ്ലക്റ്റ് ചെയ്യണോ, അവഗണിക്കുകയാണോ വേണ്ടത്? വൺ ഹു ഹാസ് ടേൺ ഹെർ ബാക്ക് ഓൺ മീ, അതായത് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടും അത് വേണ്ട, അല്ലെങ്കിൽ അത് വിട്ടിട്ട് പോയൊരു ഹൃദയം തകർത്തിട്ട് പോയൊരു വുമണിന് വേണ്ടിയിട്ട് ഞാൻ ഈ സത്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ വിലാപിച്ചിരിക്കണമെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് വുഡ് ബി റൂഡ് ആൻഡ് ഫൂളിഷ്, 4 times ഈസ് ഷോർട്ട്. ദാറ്റ് വുഡ് ബി റൂഡ് ആൻഡ് ഫൂളിഷ് എന്ന് പറഞ്ഞാൽ മണ്ടത്തരാണത്, അല്ലേ, ഒരു വിവരമുള്ള ആരും അങ്ങനെ ചെയ്യില്ല. പിന്നെ വീണ്ടും പറയണ 4 times ഈസ് ഷോർട്ട്, സമയം കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ലൈൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് ഏതെങ്കിലും വേർഡ്സ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ലൈൻസ് നോക്കാം കേട്ടോ. ദെൻ കം മൈ റെയിനി നൈറ്റ്സ് വിത്ത് പാറ്ററിങ് ഫീറ്റ്, സ്മൈൽ ആൻഡ് ഗോൾഡൻ ഓട്ടം, കം കെയർലെസ് ഏപ്രിൽ, സ്കാറ്ററിങ് യുവർ കിസസ് അബ്രോഡ്. ഈ ഒരു ലൈൻസിൽ പറയുന്നത് നമ്മുടെ ഈ ഒരു കമോൺ റെയിനി നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മഴക്കാലത്തെ സ്വാഗതം ചെയ്യാണ്. പാറ്ററിങ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൺ വിത്ത് എ ക്വിക്ക് ലൈറ്റ് സ്പീഡ്. അപ്പോൾ ഇവിടെ ആ ഒരു മഴ എന്ന് പറയുന്നത് പെട്ടെന്ന് വന്ന് മിന്നി പോവുകയാണ്. പിന്നെ സ്മൈൽ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് മൈ ഗോൾഡൻ ഓട്ടം. അപ്പോൾ ഇവിടെ അദ്ദേഹം ഗോൾഡൻ ഓട്ടത്തിനെ വരവേൽക്കുന്നുണ്ട്. അതുപോലെ കെയർലെസ് ഏപ്രിൽ, അതായത് അലസനായ ഏപ്രിലിനെ വരവേൽക്കുന്നുണ്ട്. സ്കാറ്ററിങ് യുവർ കിസസ് അബ്രോഡ്. അപ്പോൾ ഇവിടെ അവരേനൊക്കെ ഒരു കാമുകിമാരായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ഇവരേനൊക്കെ വന്നിട്ട് കിസസ് അബ്രോഡ് എന്ന് പറഞ്ഞതാണ്, കിസസ് വാരി വിതറാൻ വേണ്ടി പറയാണ്. യു കം ആൻഡ് യു ഓൾസോ. അപ്പോൾ എല്ലാവരും വായോ, ഒരാൾ മാത്രമല്ല, എല്ലാവരും വേഗം വായോ പറയാണ്. മൈ ലവ്സ്
യു നോ മീ വി ആർ മോർട്ടൽ. അപ്പോൾ നിങ്ങൾക്കറിയാലോ വി ആർ മോർട്ടൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മരിച്ചു പോവേണ്ട ആൾക്കാരാണ്. അതായത് ജനിച്ച ആൾക്കാരൊക്കെ ഒരു ദിവസം മരിക്കും. അപ്പോൾ നമ്മളങ്ങനെ മരിച്ചു പോവേണ്ട ആൾക്കാരാണ്. ഇറ്റ് ഈസ് വൈസ് ടു ബ്രേക്ക് വൺസ് ഹാർട്ട് ഫോർ ദ വൺ ഹൂ ടേക്സ് ഹു ഹാർട്ട്സ് അവേ. അതായത് നിങ്ങളുടെ ഹൃദയം പൊട്ടിച്ച ഒരാൾ അല്ലെങ്കിൽ ഹൃദയം കൊണ്ടുപോയ ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യണത്, ലൈഫ് കളയണത് ശരിയല്ല. ഫോർ ടൈം ഈസ് ഷോർട്ട്. സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഇവിടെ ഒരു വേർഡ് ഉണ്ട്, മോർട്ടൽസ്. MORTALS. നമ്മുടെ ഇപ്പോൾ മുന്നേ പറഞ്ഞ പാരഗ്രാഫിൽ ആ ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ മരിച്ചു പോകേണ്ട ആൾക്കാരാണ് അല്ലേ. ഡീലിംഗ് വിത്ത് ഡെത്ത് ഡീലിംഗ് എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ലൈൻ വായിക്കുകയാണ്. ഇറ്റ് ഈസ് സ്വീറ്റ് ടു സിറ്റ് ഇൻ എ കോർണർ ടു മ്യൂസ് ആൻഡ് റൈറ്റ് ദ റിതം ഓഫ് ഫോർ യു all my word. It is heroic to hug one's sorrow and determines not to become a consoled. But a fresh face peeps across my door and raise it eye to my eyes. I cannot but wipe away all the tears and change the tune of my song, for time is short. ഈ ഒരു ലൈൻസിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോയറ്റ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു മൈൻഡ് സെറ്റിലുള്ളൊരു ചേഞ്ചാണ്. ഇറ്റ് ഈസ് സ്വീറ്റ് ടു സിറ്റ് ഇൻ എ കോർണർ ടു മ്യൂസ്. മ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു തിങ്ക്. മ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു തിങ്ക്. അപ്പോൾ നിന്നെ ആലോചിച്ചിട്ട് ഒരു കോർണറിൽ ഇരുന്നിട്ട് വിഷമിച്ച് കഴിഞ്ഞാൽ അത് സ്വീറ്റാണ്. അതായത് നീ എൻ്റെ ലോകമാണ്, നീ എൻ്റെ വേൾഡാണ്, നീ എൻ്റെ സ്വീറ്റാണെന്നൊക്കെ പറയില്ലേ. അങ്ങനെ പറഞ്ഞിട്ട് നിന്നെ ആലോചിച്ചിട്ട് ഒരു കോർണറിലിരുന്ന് കരഞ്ഞ ആൻഡ് റൈറ്റ് എ റിതംസ് ദാറ്റ് യു ആർ ഓൾ ആർ മൈ വേൾഡ്. അതായത് യു ആർ ഓൾ മൈ വേൾഡ്, നീ എൻ്റെ ലോകമാണെന്നൊക്കെ പറഞ്ഞ് കരയുകയാണെങ്കിൽ അത് ഭയങ്കര സ്വീറ്റായിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് ഹീറോയിക് ടു ഹഗ് വൺ സോറോസ്. അതായത് നിൻ്റെ ഒരാളുടെ വിഷമത്തിൽ അയാളെ ഹഗ് ചെയ്യണത് ഒരു നല്ല കാര്യമാണ്. ഇനി നേരെ മറിച്ച് എനിക്കിപ്പോൾ ഭയങ്കര വിഷമമുണ്ട്, ശരിയാണ് വിഷമമുണ്ട്, പക്ഷേ അത് എനിക്ക് കുഴപ്പമില്ല, ഞാനത് ശരിയാക്കാം, എൻ്റെ അടുത്തേക്ക് ആരും വരണ്ട എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ധൈര്യമുള്ളൊരു ആളാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എല്ലാ വിഷമത്തിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒക്കെ സെറ്റാവും എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് വളരെയധികം വലിയ ധൈര്യമാണ്. ഇറ്റ് ഈസ് ഹീറോയിക് ടു ഹഗ് വൺ സോറോ ആൻഡ് ഡിറ്റർമൈനിങ് നോട്ട് ടു ബി കൺസോൾഡ്. എൻ്റെ അടുത്തേക്ക് ആരും വരണ്ട, എനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് ശരിയാവും, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് ശരിക്കും ഒരു ഹീറോയിക്കാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഒരു ധൈര്യമുള്ള ആൾക്കാരായിരിക്കും. ബട്ട് എ ഫ്രഷ് ഫേസ് പീപ്സ് അക്രോസ് മൈ ഡോസ് ആൻഡ് റേസ് ഇറ്റ്സ് ഐസ് ടു മൈ ഐസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ടാഗോർ പറയാണ് അതൊക്കെ ശരിയാണ്, പക്ഷേ ഇപ്പോൾ ഒരു ഫ്രഷ് ഫേസ് എന്നാൽ നല്ലൊരു പുതിയ മുഖം പീപ്സ് അക്രോസ് എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക. ഇപ്പോൾ ഒരു പുതിയൊരു മുഖം എവിടെ കൂടെ എത്തി നോക്കണേ, മൈ ഡോസ് ആൻഡ് റേസ് ഇറ്റ്സ് ഐ ടു മൈ ഐസ്. ഇപ്പോൾ ഒരു ടാഗോർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ലൈക്ക് ഒരു ഫ്രഷ് ഫേസ്, ഒരു പുതിയ മുഖം ഡോറിൻ്റെ ഇടയിൽ കൂടെ എത്തിച്ച് നോക്കുകയാണ്. എന്നിട്ട് ടാഗോറിൻ്റെ കണ്ണിലേക്ക് നോക്കുകയാണ്. ആ ഒരു പോയിറ്റിൻ്റെ ടാഗോറിൻ്റെ ഒരു ഇമാജിനറിയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു പുതിയ മുഖം ഡോറിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് എൻ്റെ മുഖത്തേക്ക് കണ്ണിൽ കൂടെ അങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റേസ് ഇറ്റ്സ് ഐ, ആ ഒരു ഇതിൻ്റെ പുതിയ ഫേസ് എൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇമാജിനേഷനാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ ഒരാൾ എത്തിച്ചു നോക്കുക എന്നല്ല. ഒരു ഫ്രഷ് ഫേസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ കാൺ ബട്ട് വൈപ്പ് എവി മൈ ടിയേഴ്സ്. അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് തുടച്ചിട്ട് ആൻഡ് ചേഞ്ച് ദ ടേൺസ് ഓഫ് മൈ സോങ്. അതായത് എൻ്റെ ചേഞ്ചിങ് മൈ ടേൺസ് ഓഫ് മൈ സോങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മൾ സ്പോട്ടിഫൈൻ്റെ പരസ്യമൊക്കെ ആഡ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ട് ടി വിയിലെ. അതായത് വിഷമിച്ചിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു മോട്ടിവേഷൻ്റെ സോങ് കേൾക്കുമ്പോൾ, ഫുട്ബോൾ കളിക്കാർ തോന്നുന്നു, അവർ പെട്ടെന്ന് ഇങ്ങനെ മോട്ടിവേഷൻ്റെ ഒരു സോങ് സ്പോട്ടിഫൈയിൽ കേൾക്കുമ്പോൾ അവർ ഭയങ്കര ആയിട്ട് എൻ്റർടൈൻഡ് ആവും. അങ്ങനൊരു പരസ്യമുണ്ട്. അപ്പോൾ അതേപോലെയാണ് പെട്ടെന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാറിയത്, ആ ഒരു മൈൻഡ് സെറ്റ് മാറി. അതാണ് ചേഞ്ച് ദ ട്യൂൺ ഓഫ് മൈ സോങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു മൈൻഡ് സെറ്റിലുള്ള ചേഞ്ചാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പോം വരുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള തീം എന്ന് പറഞ്ഞാൽ ലൈഫാണ്. ലൈഫ് ട്രാൻസിയൻ്റ് ആണ്, അതേപോലെ ടൈം ഷോർട്ടാണ്. പിന്നെ ആ ഒരു ടാഗോറിൻ്റെ മൈൻഡ് സെറ്റിലുണ്ടാവുന്ന ചേഞ്ചാണ് എൻഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ സീസണൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ലൈഫിലുണ്ടാകുന്ന ചേഞ്ചാണ്. ഇപ്പോൾ ഇതിൽ സീസൺസ് പറയുന്നുണ്ട്, ഓട്ടം പറയുന്നുണ്ട്, അതേപോലെ ഏതൊക്കെയാണ് പറയുന്നത്, ഓട്ടം പറയുന്നുണ്ട്, അതുപോലെ ഏപ്രിൽ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലേ, കെയർലെസ് ഏപ്രിൽ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ എന്തിനാണ് പറയുന്നത്, ലൈഫിനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. കാരണം ലൈഫ് എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് ഉണ്ട്, അഡൾട്ട്ഹുഡ് ഉണ്ട്, ഓൾഡ് ഏജ് ഉണ്ട്, അങ്ങനെ പല പല ഏജുകൾ ഇങ്ങനെ വേഗം വന്ന് പോവും അല്ലേ.
ലൈഫിലെ ഓരോ സീസൺസും സ്പീഡിൽ വന്നുകൊണ്ട് പോകും. ഓരോ ദിവസം എത്ര പെട്ടെന്ന് തീരണം അല്ലേ? അതേപോലെയാണ് നമ്മളുടെ ഈ ഒരു ഇയറിൽ ലൈഫിൽ നമ്മുടെ ഈ ഒരു സീസൺസ് വരുന്നത്. ഒരു കൊല്ലം ഓരോ സീസൺസും പെട്ടെന്ന് വന്നു പോകുമ്പോൾ ആ ഒരു ഇയർ പെട്ടെന്ന് തീരും. അങ്ങനെയാണ് ഓരോ ഡേയ്സും പോകുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഞാനിപ്പോൾ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ഇനി ഇതിൽ സ്പീഡ് കൂടുതൽ എന്തെങ്കിലും ഉണ്ട് എങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നിങ്ങളൊപ്പം ഒരു നോട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റിലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. മാർക്ക് ചെയ്യണേക്കായിട്ട് നല്ലത് ഒരു ടെക്സ്റ്റിൽ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അവിടെ ഒന്ന് എഴുതുമായിരിക്കും നല്ലത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. വാട്ട് ഡിഡ് ദ സ്പീക്കർ തിങ്ക് വെൻ ഹിസ് ലവർ ലെഫ്റ്റ് ഹിം? അപ്പോൾ ലവർ നമ്മുടെ സ്പീക്കറിനെ വിട്ടു പോയപ്പോൾ എന്താണ് നമ്മുടെ സ്പീക്കർ വിചാരിച്ചിരുന്നത്? ഇതിൽ ഞാൻ ആൻസേഴ്സ് വായിക്കാം, നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ഞാൻ പോയിൻറ്റ്സ് മാത്രമാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കേട്ടിട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഹി തോട്ട് ഹി ഷുഡ് മോൺ ഫോർ ഹെർ, മോൺ MOURN, മോൺ എന്ന് പറഞ്ഞത് വിലാപം, മോൺ ഫോർ ഹെർ ആൻഡ് സെറ്റ് ഹെർ ഇമേജ് ഇൻ ഹിസ് ഹാർട്ട്. അതായത് അവളെന്നെ മനസ്സിൽ ആലോചിച്ചിട്ട് ഒരു ഇമേജ് മനസ്സിൽ പ്രതീക്ഷിച്ചിട്ട് അവളുടെ ഒരു ചിത്രം മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ട് അവൾക്ക് വേണ്ടി ഇരുന്ന് കരയുക. കവർ ഇറ്റ് എ ഗോൾഡൻ സോങ്, അതെന്താണ് ഒരു ഗോൾഡൻ സോങ് കൊണ്ട് അലങ്കരിക്കുക, സ്വർണ്ണ ഗീതം കൊണ്ട് അലങ്കരിക്കുക. അതാണ് എൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഹി തോട്ട് ഹി ഷുഡ് മോൺ ഫോർ ഹെർ ആൻഡ് സെറ്റ് ഹെർ ഇമേജ് ഇൻ ഹിസ് ഹാർട്ട്, കവറിങ് വിത്ത് എ ഗോൾഡൻ സോങ്. അതാണ് എൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഇവിടെ നല്ല മഴയുള്ള കാരണമാണ് ഈ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കട്ടാവുന്നതൊക്കെ കേട്ടോ. ഇടയ്ക്ക് സൗണ്ട് ഇൻ്റർഫിയർ ആയി വരുന്നുണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ്. അതാണ് ഈ സൗണ്ട് ഓരോ സമയത്ത് ഓരോ പോലെ ഇരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ സ്പീക്കർ വാട്ട് ഈസ് ഹീറോയിക് ആൻഡ് വൈ? അപ്പോൾ സ്പീക്കറിനെ സംബന്ധിച്ച് എന്താണ് ഹീറോയിക് എന്ന് പറയുന്നത് നമ്മൾ സമ്മറി പറയുമ്പോൾ പറഞ്ഞിരുന്നു അല്ലേ? അതായത് നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നമ്മളൊപ്പം പോയി നിൽക്കണം. അതേസമയം നമുക്കൊരു വിഷമം വന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഡീലാണ്, സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല, ഒരു ധൈര്യത്തോടു കൂടി നിൽക്കുക. അങ്ങനെയുള്ള ആൾക്കാരാണ് ഹീറോയിക് എന്ന് പറയാം കേട്ടോ. ഇസ് ഹീറോയിക് ടു ഹഗ് വൺ സോറോ ആൻഡ് ഡിറ്റർമൈനിങ് നോട്ട് ടു ബി കൺസോൾഡ്. വൺ ഡസ് നോട്ട് ഹാവ് മച്ച് ടൈം ടു സ്പെൻഡ്, റിഗ്രറ്റ്സ് ഹാസ് ടൈം ഈസ് ഷോർട്ട്. അതായത് സമയം എന്ന് പറഞ്ഞാൽ വളരെയധികം കുറച്ചാണ്. റിഗ്രറ്റ്സ് പറഞ്ഞാൽ എന്താണ്? കുറ്റബോധം. നമുക്കൊരു തെറ്റ് പറ്റി, അപ്പോൾ ആ ഒരു വിഷമം ആലോചിച്ച് കുറ്റബോധം ആലോചിച്ച് ആ ലൈഫ് മൊത്തം സ്പോയിലാക്കുകയല്ല വേണ്ടത്. നേരെ മറിച്ച് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ധൈര്യത്തോടു കൂടി ഇരിക്കണം. അതാണ് ഹീറോയിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. വൺ ഡസ് നോട്ട് ഹാവ് മച്ച് ടൈം ടു സ്പെൻഡ്, റിഗ്രറ്റ്സ് ടൈം ഈസ് ഷോർട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടൈം ഈസ് ഷോർട്ട്, വാട്ട് ഈസ് ദ റിലവൻസ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദിസ് പോയം? അപ്പോൾ ടൈം ഈസ് ഷോർട്ട് എന്ന് പറയുന്നൊരു ഇതിൽ എന്താണ് ഈ ഒരു പോയത്തിലുള്ള റിലവൻസ് എന്ന് നമുക്കറിയാം. ഈ ഒരു ലൈഫ് ഈസ് ഷോർട്ട് എന്ന് പറയുന്നൊരു ടേം, ആ ഒരു സെൻറ്റൻസ് കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ? അതൊരു ഫാക്റ്റാണ്. ബിക്കോസ് ഇറ്റ് മീൻസ് വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. അത് മീൻ ചെയ്യുന്നത് നമുക്ക് അധികം വലിയ സമയമൊന്നും ഇല്ല. ഇറ്റ് മീൻസ് വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ടു സ്പെൻഡ് വറിയിങ് അബൌട്ട് ദ തിങ്സ് വി ഹാവ് ലോസ്റ്റ്. അതായത് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ ആലോചിച്ച് ദുഃഖിച്ച് ഉള്ള ജീവിതം തീർക്കേണ്ട കാര്യമൊന്നുമില്ല. ആകെ കൂട്ട് ലൈഫ് കുറച്ചേ ഉള്ളൂ. അപ്പം അതിങ്ങനെ ഇതാക്കി തീർക്കേണ്ട കാര്യമൊന്നുമില്ല. വി ഷുഡ് യൂസ് അവർ ടൈം വൈസ്ലി. നമ്മളുടെ സമയം നല്ല ബുദ്ധിപൂർവ്വം എടുക്കണം. നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നല്ലപോലെ പഠിക്കുക, അതല്ല വേണ്ടേ? കാരണം 5th സെമ്മൊക്കെ ആകുമ്പോൾ നല്ലപോലെ എഴുതിയില്ലെങ്കിൽ നമ്മൾ ഫെയിലായി കഴിഞ്ഞ് നമ്മളൊരു കൊല്ലം പോവും. അപ്പോൾ നമ്മൾ ബുദ്ധിപൂർവ്വം ഇപ്പം ഇരുന്ന് പഠിച്ചില്ലെങ്കിൽ ഒരു കൊല്ലം പോയി കിട്ടും. അപ്പോൾ നമ്മൾ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യണം? പഠിക്കണം അല്ലേ? അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം തീരുമാനിക്കുക, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. വി ഷുഡ് യൂസ് അവർ ടൈം വൈസ്ലി. നമ്മുടെ സമയം നല്ല ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം. അക്വയറിങ് ന്യൂ തിങ്സ്, നല്ലപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് മൗറിങ് ഓവർ ദ പാസ്റ്റ്. കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ചിലപ്പോൾ ഫസ്റ്റ് സെമ്മിലൊക്കെ നിങ്ങൾക്കൊരു സപ്ലിയൊക്കെ ഉണ്ടാവും, സെക്കൻഡ് സെമ്മിലോ തേർഡ് സെമ്മിലൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ആലോചിച്ചിട്ട് നമ്മൾ ഇരുന്നാൽ പോരല്ലോ. ഇനിയുള്ള സബ്ജക്ട്സ് നല്ലപോലെ പഠിച്ചിട്ട് പഴയ കാര്യം ആലോചിക്കാതെ നമുക്കത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ലൈക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഞാൻ അത് എഴുതി വയ്ക്കരുത്. സോ നെക്സ്റ്റ് നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് കേട്ടോ. ഹൗ ഡസ് ദ പോയറ്റ് എസ്റ്റാബ്ലിഷ് ദ കണക്ഷൻ ബിറ്റ്വീൻ യൂത്ത് ആൻഡ് സ്പ്രിംഗ്? ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനാണ്. മെയിനായിട്ട് 4 മാർക്കായിട്ട് 5 മാർക്കൊക്കെ ആയിട്ട് ചോദിക്കാറ്, 2 മാർക്കായിട്ട് അങ്ങനെ വരാറില്ല. അപ്പോൾ എന്തായാലും പഠിച്ചോളൂ, സ്കിപ്പ് ചെയ്യണ്ട. ഹൗ ഡസ് ദ പോയറ്റ് എസ്റ്റാബ്ലിഷ് ദ കണക്ഷൻ ബിറ്റ്വീൻ യൂത്ത് ആൻഡ് സ്പ്രിംഗ്? അതായത് നമ്മുടെ ടാഗോർ എങ്ങനെയാണ് യൂത്തും സ്പ്രിങ്ങും കൂടിയിട്ടുള്ള ഒരു കണക്ഷൻ പറയുന്നത് എന്ന് നമ്മൾ സമ്മറി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ? ദ പോയറ്റ് എസ്റ്റാബ്ലിഷ് ദ കണക്ഷൻ ബിറ്റ്വീൻ യൂത്ത് ആൻഡ് സ്പ്രിംഗ് ബൈ സേയിങ് ദാറ്റ് ബോത്ത് ലാസ്റ്റ് ഫോർ ഷോർട്ട് പീരീഡ്.
ഇതിൽ ഞാൻ നോട്ട്സ് ചെറിയ ചെറിയ ഷോർട്ട് പോയിൻറ്റ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചെറിയൊരു യുവത്വം എന്ന് പറയും, നമ്മൾ യുവത്വം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരും അല്ലേ. പിന്നെ നമ്മൾ ഓൾഡ് ആയിക്കൊണ്ടിരിക്കുക, ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താണ് ശരിക്കും യങ് ഏജ്, അല്ലെങ്കിൽ നമ്മളുടെ നമ്മുടെ ചെറുപ്പം നമ്മൾ ആഘോഷിച്ച് വരുമ്പോഴേക്കും, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും നമുക്ക് വയസ്സാവും. അതാണ് ഇതിൽ പറയുന്നത്. അതേപോലെയാണ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു സീസൺ വളരെ കുറച്ചേ ഉള്ളൂ, ഷോർട്ട് പീരീഡേ ഉള്ളൂ. അതേസമയം ആ ഒരു ഉള്ള പീരീഡ് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. കാരണം ഫ്ലവേഴ്സാണ്, നല്ലൊരു നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു അടിപൊളി സീനറി ഒക്കെ ആണല്ലോ സ്പ്രിങ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് യൂത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏജ് വളരെ അടിപൊളിയാണ്, പക്ഷേ പെട്ടെന്ന് തീരും. അതേപോലെയാണ് സ്പ്രിങ് എന്ന് പറഞ്ഞതും, അതും അടിപൊളിയാണ്, സീസൺ അടിപൊളിയാണ്, ഫ്ലവേഴ്സൊക്കെയാണ്, പക്ഷേ അതും ഇതേപോലെ തന്നെ പെട്ടെന്ന് തീരും. അതാണ് ഈ ഒരു പോയിറ്റ് പറഞ്ഞിരിക്കുന്ന കമ്പാരിസൺ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്ങനെ എഴുതുക എന്ന് ഞാൻ പറഞ്ഞുതരാം. സ്പീഡ് കൂടുന്നുണ്ടോ? ഞാൻ മെല്ലെ പറയാം. ദ പോയറ്റ് എസ്റ്റാബ്ലിഷ് ദ കണക്ഷൻ ബിറ്റ്വീൻ യൂത്ത് ആൻഡ് സ്പ്രിംഗ് ബൈ സെയിങ് ബോത്ത് ലാസ്റ്റ് ഫോർ ഷോർട്ട് പീരീഡ്. അപ്പോൾ യൂത്ത് എന്ന് പറഞ്ഞാലും സ്പ്രിംഗ് എന്ന് പറഞ്ഞാലും കുറച്ച് കാലം ലാസ്റ്റ് ചെയ്യുള്ളൂ. യൂത്ത് ബിക്കെയിം വീക്കർ ആൻഡ് വീക്കർ ആഫ്റ്റർ ഇയർ ആഫ്റ്റർ. അതായത് ഓരോ കൊല്ലം കൂടുന്തോറും നമ്മുടെ യൂത്ത് വീക്കായി വരും. അതായത് നമ്മുടെ ചെറുപ്പക്കാർ വീക്കായി ഓൾഡ് ആവും. ഇയേഴ്സ് ബിഫോർ യു നോ വാട്ട് വാസ് ഹാപ്പൻ. അതായത് കുറേ കാലങ്ങൾക്ക് മുന്നേ ഞാൻ ചെറുപ്പക്കാരി ആയിരുന്നു എന്ന് തിരിച്ചറിയുന്ന വരെ നമ്മളിങ്ങനെ വീക്കായി വന്നുകൊണ്ടിരിക്കും. ലൈഫ് ഈസ് ഷോർട്ട്, അതാണ് ഇതിൽ പറയുന്നത്. ദ യൂത്ത്ഫുൾ ഡേയ്സ് ആർ ഓവർ ആൻഡ് ഓവർ. യു സ്റ്റാർട്ട് ടു ഫീൽ ഓൾഡർ ആൻഡ് ഓൾഡർ. അപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് ഓൾഡായി വന്നുകൊണ്ടിരിക്കും. അത്രയാണ് യൂത്തിൽ പറയുന്നത്. ഇനി സ്പ്രിങ്ങിലേക്ക് വരുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് സ്പ്രിങ്. യൂത്ത് എന്ന് പറഞ്ഞാൽ സ്പ്രിങ് പോലെയാണ്, ഷോർട്ടാണ്. ഫ്ലൈ ഫാസ്റ്റ് ആസ് യൂത്തിൻ്റെ പോലെ ഫ്ലൈ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സ്പീഡിൽ പോകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലവേഴ്സ് ബ്ലൂം, അതായത് ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്യും, ഫോൾ ചെയ്യും, അതായത് പൂക്കൾ ഉണങ്ങും, കൊഴിയും. അതേപോലെയാണ് യൂത്തും, അതും അടിപൊളിയായിട്ട് വരും, എന്നിട്ട് എന്താ ലാസ്റ്റ് കൊഴിയും എന്ന് വെച്ചാൽ വയസ്സാവും. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇതിൽ നിങ്ങൾ എഴുതേണ്ട കാര്യം വൈസ് മാൻ്റെ കാര്യം. ഈ ഒരു പോയത്തിൽ പറഞ്ഞിരുന്നു അല്ലേ. വൈസ് മാൻ്റെ എന്താ പറഞ്ഞത്, ലോട്ടസിൻ്റെ മീതിരിക്കുന്ന മഞ്ഞുതുള്ളി പോലെയാണ് ലൈഫ് എന്ന് പറയുന്നത്. അത് ഇവാപ്രേറ്റ് ചെയ്ത് പോവും അല്ലേ, സൺലൈറ്റൊക്കെ വരുമ്പോഴേക്കും അത് ഇവാപ്രേറ്റ് ചെയ്ത് പോവും. അത്രയും ഷോർട്ടാണ് ലൈഫ് എന്ന് പറയുന്നത്. യൂത്ത് എന്ന് പറഞ്ഞാൽ അത്രയും ഷോർട്ടാണ്. അതാണ് എൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ. ഫ്ലവേഴ്സ് ബ്ലൂം ആൻഡ് ഫോൾ ലൈക്ക് വൈസ് യൂത്ത്. പിന്നെ പറഞ്ഞ വൈസ്മാൻ്റെ കാര്യമാണ്. വൈസ്മാൻ എന്താ പറഞ്ഞാൽ ലോട്ടസിൻ്റെ മീതിരിക്കുന്ന ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് ഡ്യൂ ഡ്രോപ്പ് എന്നാണ് പറഞ്ഞത്. ഡ്യൂ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ മഞ്ഞുതുള്ളി. അത് സൺലൈറ്റൊക്കെ വരുമ്പോഴേക്കും ഇവാപ്രേറ്റ് ആയി പോകും അല്ലേ, ഹാസ് വെരി ഫാസ്റ്റ്. അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇറ്റ് മീൻസ് വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ടു സ്പെൻഡ് വറി അബൌട്ട് ദ തിങ്സ് വിച്ച് വി ഹാവ് ലോസ്റ്റ്. വി ഷുഡ് യൂസ് അവർ ടൈം വൈസ്ലി അക്വയറിങ് ന്യൂ തിങ്സ് ഇൻസ്റ്റെഡ് ഓഫ് മൗറിങ് ഓവർ ദ പാസ്റ്റ്. അതേ സെയിം പോയിൻറ്റ്സ് തന്നെ ഇതിൽ എഴുതുക കേട്ടോ. പിന്നെ വൈസ്മാൻ്റെ കാര്യം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. 4 മാർക്കൊക്കെ ആകുമ്പോൾ ഒരു പേജ് 3/4 പേജൊക്കെ എഴുതേണ്ടി വരും, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ 2 മാർക്കിന് നിങ്ങൾ അധികം വലിച്ചു വാരി എഴുതരുത് കേട്ടോ, നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല എസ്സേ ക്വസ്റ്റ്യൻ എഴുതാൻ. അപ്പോൾ ടൈമും കൂടി നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. 4 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് 2 ഇൻവേർട്ടഡ് കോമ എടുത്തിട്ട് ദ വൈസ് മാൻ വാണ്ട്സ് മീ ദാറ്റ് ലൈഫ് ഈസ് ബട്ട് എ ഡ്യൂ ഡ്രോപ്സ് ഓൺ ദ ലോട്ടസ് ലീഫ് എന്ന് പറഞ്ഞാൽ ലൈനൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് എഴുതിയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി അടിപൊളിയായി കൂട്ടാം. കാരണം മാർക്ക് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇങ്ങോട്ട് പോരും. ഞാൻ ജസ്റ്റ് ഒരു ടിപ്പ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഓപ്ഷനാണ്, സെലക്ട് ചെയ്യാൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അങ്ങനെ തന്നെ എഴുതണം എന്നില്ല, പക്ഷെ നമ്മൾ ആ ഒരു ലൈൻസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ലൈക്ക് ആ മാർക്ക് ഇടുന്ന ആൾക്ക് ഒന്നുകൊണ്ടൊരു ഇത് കിട്ടും. കുട്ടിക്കൊക്കെ അറിയാം, കുട്ടിക്ക് ഒരു ഐഡിയ ഉണ്ട് എന്ന് മനസ്സിലാവും, അപ്പോൾ മാർക്ക് ഇട്ടരും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. കമൻറ്റ് ഓൺ ദ പോയിറ്റ്സ് കമ്പാരിസൺ ബിറ്റ്വീൻ ചേഞ്ചിങ് സീസൺസ് ആൻഡ് ട്രാൻസിറ്റീവ്സ് ഓഫ് ലൈഫ്. അതായത് എങ്ങനെയാണ് ചേഞ്ചിങ് സീസൺസ് ട്രാൻസിറ്റീവ്സ് ആവുന്നത്. ട്രാൻസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിലനിൽപ്പ്. അതായത് ഇപ്പോൾ എങ്ങനെയാണ് മാറുന്ന സീസൺസ് നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പാകുന്നത്, അതായത് എങ്ങനെയാണ് അത് തമ്മിലുള്ള റിലേഷൻ, അതാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ എഴുതേണ്ട ഫസ്റ്റ് കാര്യം ആ ഒരു ഫ്ലവേഴ്സിൻ്റെ കാര്യം എഴുതണം. അതായത് ഓരോ ഫ്ലവേഴ്സും അത് ബ്ലൂം ചെയ്ത് കഴിഞ്ഞാൽ, ബ്ലൂം ചെയ്ത് പറഞ്ഞാൽ വിരിയുക, അത് വിരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വാടും, എന്നിട്ട് എന്ത് ചെയ്യും, അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും അല്ലേ, പെട്ടെന്ന് വിരിഞ്ഞ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോവും. അതേപോലെയാണ് ജീവിതം എന്ന് പറയുന്നത്. അത് സീസൺസ് പോലെയാണ്, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ ഫ്ലവറിൻ്റെ കേസും യൂത്ത് അതേപോലെയാണ്. നേരത്തെ പറഞ്ഞില്ലേ, അതേ സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. The poets compare the changing seasons with life
Both are temporary as they disappear. Spring's days are fugitive. Fugitive പറഞ്ഞാൽ എന്താണ്? ഫ്യൂജിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സമ്മറി പറയുമ്പോൾ പറഞ്ഞിരുന്നു. ക്വിക്ക് എന്നാണ് കേട്ടോ മീനിങ്. QUICK, ക്വിക്ക്, വേഗം. അതുപോലെ അത് അൺസ്റ്റേബിൾ ആണ്, അൺപ്ലസൻ്റ് ആണ്. പിന്നെ മൺസൂൺ റെയിനിങ് സീസൺ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് വന്നു പോവും അല്ലേ? നമ്മളുടെ ലൈഫിൽ ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ്, അതേപോലെ ഓൾഡ് ഏജ് ഒക്കെ വന്നു പോണ പോലെ തന്നെയാണ് സമ്മർ, വിൻ്റർ സീസൺസ് ഒക്കെ ഓരോ കൊല്ലത്തിലും പോണത്. അതാണ് കമ്പാരിസൺ വരുന്നത് കേട്ടോ. അതേ സെയിം കാര്യം തന്നെ ഇതിൽ എഴുതി വയ്ക്കാം. വി ഓൾസോ സീസ് ദ ഗോൾഡൻ ഓട്ടം, നോ സീസൺസ് ലാസ്റ്റ് ഫോർ എവർ. അതായത് ഇപ്പോൾ ലൈഫിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചൈൽഡ്ഹുഡ് മാത്രം കുറേ കാലം നിൽക്കണില്ല. വേഗം ചൈൽഡ്ഹുഡ് അങ്ങനെ അഡൾട്ട്ഹുഡ് അങ്ങനെയൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അതേപോലെയാണ് ഒരു കൊല്ലത്തിലൊരിക്കലും ഓട്ടം മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കണില്ല, അല്ലെങ്കിൽ ഒരു സീസൺ മാത്രമായിട്ട് സ്റ്റെക്കായിട്ട് നിൽക്കണില്ല. അതിങ്ങനെ വന്നു പൊക്കോണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ ഇതിൽ എഴുതിയാൽ മതി കേട്ടോ. പിന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക, നിങ്ങളുടേതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക കേട്ടോ. The poet compare the changing seasons with life. Both are temporary as they disappear. Youth became weaker and weaker after years before you know what it was happened. The youthful days are over and you start to feel older and older. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മേക്സ് ദ സ്പീക്കർ തിങ്ക് ഇറ്റ് സ്വീറ്റ് ആൻഡ് ഹീറോയിക് ടു റൂമിനേറ്റ് ആസ് ലോസ് ലവ്? റൂമിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂമിനേറ്റ്, വാട്ട് ഈസ് മീൻ ബൈ റൂമിനേറ്റ്? റിപ്പീറ്റഡ്ലി തിങ്കിങ്, അതായത് ഒരു കാര്യം തന്നെ വീണ്ടും നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മളുടെ ലൈഫിലുണ്ടായ പല കാര്യങ്ങളും നമ്മൾ നല്ലപോലെ വീണ്ടും ഓർക്കും അല്ലേ? ചില കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും കുറേ കാലം കഴിഞ്ഞാൽ ഓർക്കും. എന്താണ് അത്? ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് സ്വീറ്റായിട്ട് തോന്നും അല്ലേ? അതുപോലെ സെൻറ്റിമെൻ്റലായിട്ട് തോന്നും, നൊസ്റ്റാൾജി ആയിട്ട് തോന്നും. അതാണ് ഇതിൻ്റെ ആൻസറായിട്ടും വരുന്നത് കേട്ടോ. The speaker thinks it was sweet and heroic to ruminate a lost love. അതായത് ലോസ്റ്റ് ലവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഒരു വുമണിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കുറച്ച് സ്വീറ്റായ കുറേ ഓർമ്മകളാണ്, നല്ല ഓർമ്മകളാണ് നമ്മുടെ പോയിറ്റിന് കിട്ടുന്നത്. അതൊരു നൊസ്റ്റാൾജിയാണ്. ഒന്നുകൂടി പറയാം. The speaker think it was a sweet and heroic to ruminate a lost love. വീണ്ടും ആലോചിക്കുമ്പോൾ സ്പീക്കർക്ക് സന്തോഷം, സ്വീറ്റ്നെസ് തോന്നും. It is because there is a nostalgia in it. അതിലൊരു nostalgia ഉണ്ട്. There is a nostalgia in it. Ruminating or thinking deeply about one's past love is sweet thing. നിങ്ങളൊരു പാസ്റ്റ് ലവിനെ കുറിച്ച് വീണ്ടും ആലോചിക്കേണ്ട ഒരു സ്വീറ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? പിന്നെ നമ്മൾ പറയേണ്ടത്, നമ്മളൊരു ലവർ, നമ്മൾ സമ്മറി പറയുമ്പോൾ പറഞ്ഞ കാര്യമില്ലേ, സ്പീഡ് കൂടുന്നുണ്ട് അല്ലേ? നമ്മൾ പിന്നെ പറയേണ്ടത് സമ്മറി പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന കാര്യമില്ലേ, അതായത് പോയിറ്റിൻ്റെ ലവറിനെ കുറിച്ച്, ഓൾഡ് ലവറിനെ കുറിച്ച്, ആ ഒരു വുമണിനെ കുറിച്ചിട്ട് വീണ്ടും ആലോചിച്ചിട്ട് ഒരു കോർണറിൽ ഇരുന്നിട്ട് മോൺ ചെയ്യണമെന്നായിരുന്നു നമ്മുടെ പോയിറ്റിൻ്റെ ആഗ്രഹം. പക്ഷേ പോയിറ്റ് അങ്ങനെ ചെയ്തില്ല. ഒരു വൈസ് മാൻ പറഞ്ഞു ലൈഫ് ഷോർട്ടാന്ന് പറഞ്ഞ കാരണം ആ ഒരു സമ്മറി ഇല്ലേ, അത് ഒന്ന് ആലോചിക്കുക. അപ്പോൾ പോയിറ്റ് അങ്ങനെ മോൺ ചെയ്യാനൊന്നും നിന്നില്ല, കരയാനൊന്നും നിന്നിട്ടില്ല. ദ പോയിറ്റ് തോട്ട് ഹീ ഷുഡ് മോൺ ഫോർ ഹെർ. അതായത് പോയിറ്റ് വിചാരിച്ചെന്താണ്, മറ്റേ ലവറിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തില്ല. ലൈഫ് ഈസ് ടു ഷോർട്ട് അല്ലേ? പിന്നെ റിഗ്രറ്റ് ചെയ്യാനൊന്നും സമയമില്ല. അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരിക. സ്പീക്കർ തിങ്സ് ഇറ്റ് വാസ് സ്വീറ്റ്സ് ആൻഡ് ഹീറോയിക് ടു റൂമിനേറ്റ് എ ലോസ്റ്റ് ലവ്. ഇറ്റ് ഈസ് സോ there is a nostalgia in it. Ruminating or thinking deeply about one's past love, it is sweet thing. അതാണ് തേർഡ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. Did the speaker undergo a change of mind towards the end of the poem? Discuss the light of the last stanza. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് സ്വീറ്റ് ടു സിറ്റ് ഇൻ എ കോർണർ ടു മ്യൂസ്. മ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു തിങ്ക് അല്ലേ? ആ ഒരു ലൈൻസ് മുതൽ എൻഡ് വരെയുള്ള ലൈൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കണം എന്താ? ഡസ് സ്പീക്കർ അണ്ടർഗോ എ ചേഞ്ച്? അപ്പോൾ ആൻസറായിട്ട് എന്ത് പറയണം? യെസ്, ദ സ്പീക്കർ അണ്ടർഗോ എ ചേഞ്ച് ഓഫ് മൈൻഡ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ പോയം. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ആ ഒരു സ്പീക്കറിൻ്റെ മൈൻഡ് സെറ്റാണ് മാറുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്ന കാര്യം ഏതാണ്? ഒന്നുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ, നിങ്ങൾ മറക്കരുത്. ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്ന കാര്യം ഇതാണ്. അതായത് നമുക്ക് വിഷമം വരുമ്പോൾ, നമ്മൾ ഒരാളെ വിഷമിച്ചിട്ട് കാണുമ്പോൾ, ഇപ്പം നമ്മളുടെ ഒരു ഫ്രണ്ട് കരയാണ്, അങ്ങനെ ഒരാൾ വിഷമിച്ച് ഇരിക്കുമ്പോൾ നമ്മൾ പോയിട്ട് ഹഗ് ചെയ്യണം, അവരുടെ സങ്കടത്തിൽ പങ്കുചേരണം, അങ്ങനെയാണ് വേണ്ടത്.
ഇനി നേരെ മറിച്ച് നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ എന്ത് തീരുമാനം എടുക്കണം? എന്നെ സമാധാനിപ്പിക്കാൻ ആരും വേണ്ട, ഞാൻ നല്ല പോലെ ആവും, ഞാനൊരു ബോൾഡായിരിക്കും. അതൊക്കെയാണ് ഹീറോയിക്കായിട്ട് പറയുന്നത്. പിന്നെ ഈ ഒരു പോയത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ടാഗോർ പറയണത് എന്താണ്? ആ ഒരു മൈൻഡിലുണ്ടാകുന്ന ചേഞ്ച്. അതായത് അങ്ങനെ ആരെയും ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ലൈഫ് എന്ന് പറഞ്ഞാൽ ഷോർട്ടാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒരു പുതിയൊരു മുഖം, അതായത് എനിക്ക് എൻ്റെ ഒരു ചേഞ്ച് ഓഫ് മൈൻഡ് സെറ്റാണ് ഇതിൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നമുക്കിത് എങ്ങനെയാണ് എഴുതുക നോക്കാം. The speaker did undergo a change of mind towards the end of the poem. ഈ ഒരു പോയത്തിൻ്റെ എൻഡിൽ ആ ഒരു സ്പീക്കറിൻ്റെ മൈൻഡ് ചേഞ്ച് ആവണം നമുക്ക് കാണാം. First we saw him shedding tears with thinking about his lover. അതായത് ഫസ്റ്റ് നമ്മൾ കണ്ട എന്താണ്? അദ്ദേഹം അത് ലവറിനെ കുറിച്ച് ആലോചിച്ചിട്ട് കണ്ണൊക്കെ തുടച്ചിരിക്കുന്നത്. First we saw him shedding tears as his lover left him. He was mourning for her. MOURNING. മോർണിംഗ് എന്ന് പറയുന്നത് വിലപിക്കുക, വിലാപം, കരച്ചിൽ. He was mourning for her. Then we see him ruminating love. അതായത് പാസ്റ്റ് ലവിനെ കുറിച്ച് ആലോചിക്കുക. Ruminating love in a nostalgic way. We see him sitting in a corner amusing and writing about her and the time she was everything for him. ആ ഒരു ടൈമിൽ അദ്ദേഹത്തിൻ്റെ വേൾഡും ഒക്കെ ഡ്രീമൊക്കെ അവളായിരുന്നു. ആ സമയത്തെക്കുറിച്ച് പോയറ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വി സീ ഹിം ഹഗ്ഗിങ് ഹിസ് സോറോസ് ആൻഡ് ടേക്കിംഗ് എ ഡിസിഷൻ നോട്ട് ടു ബി കൺസോൾഡ്. അതായത് എടുത്ത തീരുമാനം എന്താണ്? ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നത് കണ്ട അവരെ പോയി ഹഗ് ചെയ്ത് അവരുടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ എൻ്റെ അടുത്തേക്ക് ആരും വരണ്ട, ഞാൻ നല്ല പോലെ ശരിയായിക്കോളാം, ഒരു തീരുമാനം എടുക്കുക. എന്നെ ആശ്വസിപ്പിക്കാൻ ആരും വരണ്ടെന്നുള്ള തീരുമാനം നമ്മൾ എടുക്കുക. Then in this last stanza, we see a sudden change in his attitude and behavior. Then in the last stanza, we see a sudden change in his attitude and behavior. We see a fresh face peering across the door and raising his eyes to his eyes. അതായത് പുതിയൊരു ഫ്രഷ് ഫേസ്, ഒരു പുതിയ മുഖം ഡോറിൻ്റെ ഇടയിൽ കൂടെ ഒളിഞ്ഞു നോക്കിയിട്ട് ആ ഒരു പുതിയ ഫേസത്തെ കണ്ണുകൾ നമ്മുടെ ടാഗോറിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Across his door and raising his eyes to his eyes. He wipes away his tears and soon he changes his tune of his song. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ബാക്കി ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു പോയം വേഴ്സ് 35 നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒരുമിച്ച് പറയുന്നുണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ പ്ലേ ലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാതും അവൈലബിൾ ആയിരിക്കും. യൂസ്ഫുള്ളായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്